ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ലീന റോയ് ഫ്രം LR ബൊട്ടിക് കൊമ്പടിഞ്ഞാമക്കൽ. ഇന്ന് നമുക്ക് കുറച്ച് മീഡിയം സൈസിലുള്ള കുറച്ച് ബാഗുകളുടെ കളക്ഷനുകൾ കാണാം. ഫസ്റ്റ് ബാഗ് വരുന്നത് നല്ലൊരു ബീജ് ഷെയ്ഡിലുള്ള ഒരു ബാഗാണ്. ഇങ്ങനെ ഒരു ഫ്ലാപ്പ് ഉണ്ട് ഇതിന്. ഇത് ഓപ്പൺ ചെയ്ത് കഴിയാം. ഇതിന്റെ ഉള്ളില് സിംഗിൾ കള്ളിയാണ് ഇട്ടത്. നമുക്ക് ഒരു പേഴ്സ്, മൊബൈല്, ഒരു കണ്ണാടയുടെ കൂട്, പിന്നെ എന്തെങ്കിലും പൈസ, വേറെ എന്തെങ്കിലും കുറച്ച് സാധനങ്ങൾ, അങ്ങനെയൊക്കെ ഇത് വലിയ കുറെ സാധനങ്ങൾ കൊള്ളുന്ന ഒരു ബാഗല്ല. ഒരു മീഡിയം സൈസിലുള്ളത്, മീഡിയത്തിനേക്കാൾ കുറച്ചും കൂടി ചെറിയ സൈസിലുള്ള ബാഗുകളാണ് ഇത്. ചെയിൻ ബാഗ്, ചങ്ങലയാണ് കേട്ടോ ഇതിൽ വരുന്നത്. ഇതിൽ പേപ്പർ ഇരിക്കുന്നത് കാരണമാണ് അത് കിട്ടാത്ത, ഇങ്ങോട്ട് വലിച്ചിട്ട്. ഇതാ നല്ലതുപോലെ നീട്ടമുള്ള ചങ്ങലയാണിത്. നമുക്ക് ഇങ്ങനെ ഒരു ഷോൾഡർ ബാഗായിട്ട് ഉപയോഗിക്കാനായിട്ട് പറ്റുന്ന ബാഗാണ്. അതുപോലെ ഇനിയിപ്പോ ഷോൾഡറിൽ ഇടണ്ട എന്ന് വെച്ചാല് ഇങ്ങനെ പിടിച്ച് ഇതുപോലെ ചെറിയ വലിപ്പത്തിൽ നമുക്ക് പിടിച്ചുകൊണ്ട് നടക്കാൻ പറ്റുന്ന ഒരു ബാഗാണ്. ഇതിന്റെ റേറ്റ് വരുന്നത് 350. ഇതിൽ വരുന്ന വേറെ ഷെയ്ഡുകളാണ്. ഒരെണ്ണം ഇതുപോലെ ഒരു ഗ്രേ ഷെയ്ഡ്, ഇത് ഒരു ഡസ്റ്റി ഗ്രീൻ ഷെയ്ഡ്, പിസ്ത ഗ്രീനിന്റെ ഒക്കെ വളരെ ലൈറ്റ് ഷെയ്ഡാണ്. ഇത് ഒരു ഷാമ്പയിൻ പിങ്ക് അല്ല, കുറച്ച് ഡാർക്ക്, അതിനേക്കാൾ കുറച്ചുകൂടി ഡാർക്ക് പിങ്ക് ആയിട്ടുള്ള കളർ. ഇങ്ങനെ 4 ഷെയ്ഡാണ് ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളത്. ഇത് ഒരുപാട് സ്റ്റോക്ക് ഇല്ല, കുറച്ച് പീസുകളേ ഉള്ളൂ. ഇതിന്റെ എല്ലാം റേറ്റ് വരുന്നത് 350, 350. നെക്സ്റ്റ് ബാഗ് വരുന്നത് ഒരു മീഡിയം സൈസിലുള്ള ബാഗ് തന്നെയാണ്. ഇങ്ങനെയാണ് ഇതിന്റെ വ്യൂ വരുന്നത്. ഇതിന് പിടിക്കാനുള്ള ഭാഗം കണ്ട, ഇങ്ങനെ മടഞ്ഞിരിക്കുന്ന ഒരു വാറാണ് ഇവിടെ പിടിക്കാനുള്ളത്. നല്ല ഭംഗിയുള്ള ഒരു പിടുത്താണ് ഇതിന്. ഇതിന്റെ ഫ്ലാപ്പിൽ വന്നിരിക്കുന്നത് ഇതുപോലെ ഒരു ഡിസൈൻ ആണ് ഫ്ലാപ്പിലുള്ളത്. ഇതിന്റെ കളർ വരുന്നത് ഒരു ലൈറ്റ് ഷാമ്പയിൻ പിങ്ക് പ്ലസ് പിസ്തയല്ല, പീച്ച് ഷെയ്ഡിന്റെ കൂടി ഒരു മിക്സ് ആയിട്ടുള്ള ഒരു കളറാണ്. ഇത് ഇവിടെ ഒരു പ്രസ് ബട്ടൺ ആണ്. പ്രസ് ബട്ടൺ ഓപ്പൺ ചെയ്യുമ്പോൾ ഇത് സ്ലിംഗ് ആയിട്ട് ഉപയോഗിക്കേണ്ടവർക്ക് ഇതിന്റെ ഉള്ളിൽ സ്ലിംഗ് ഉണ്ട് കേട്ടോ. അങ്ങനെ ഷോൾഡർ ബാഗ് ആയിട്ട് ഇത് ഉപയോഗിക്കാം. ഇതിന്റെ ഉള്ളില് സെന്ററിൽ ഒരു സിബ് ഉള്ളൊരു പോക്കറ്റ് ഉണ്ട്. അതിന്റെ അപ്പുറത്തും ഇപ്പുറത്തും 2 കള്ളികളാണ് ഇതിൽ വരുന്നത്. ഇതിന്റെ റേറ്റ് വരുന്നത് 450. ഇനി ഇതില് വേറെ 2-3 ഷെയ്ഡ് ഉണ്ട്. ഒരെണ്ണം ഈ കൗഡൻ ഗ്രീനിന്റെ ഒക്കെ ഒരു ലൈറ്റ് ഷെയ്ഡ്, ഇതില് ഒരു യെല്ലോ ടിന്റും കൂടി ഇങ്ങനെ കയറി വരുന്നുണ്ട് കേട്ടോ. നല്ലൊരു ഷെയ്ഡാണ്. പിന്നെ വരുന്നത് ഒരു ഡസ്റ്റി ഗ്രീൻ ആണ്. പിന്നെ വരുന്നത് ഒരു ഗ്രേ അല്ല, എന്നാ ഗ്രീൻ അല്ല, അങ്ങനെയൊക്കെയുള്ളൊരു കളറ്. അപ്പൊ ഇങ്ങനെ 4 ഷെയ്ഡാണ് ഇതില് അവൈലബിൾ ആയിട്ടുള്ളത്. ഇതിന്റെ റേറ്റ് വരുന്നത് 450, 450. ഇതൊക്കെ നമുക്കൊരു യാത്രയൊക്കെ പോകുമ്പോൾ, അല്ലെങ്കിൽ ഒരു ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ പിടിച്ചുകൊണ്ട് പോവാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ബാഗാണ്. വലിയ ബാഗല്ല, മീഡിയം എന്നും പറയാൻ പറ്റില്ല, അതിനേക്കാൾ ചെറിയ ബാഗുകളാണ്, നല്ല ബാഗാണ്. നെക്സ്റ്റ് ബാഗ് വരുന്നത്, ഇത് ഞാൻ ഏകദേശം ഒരു 1-1.5 മാസം അല്ലെങ്കിൽ 2 മാസം കുറെ മുമ്പ് ഞാൻ ഈ ബാഗ് കാണിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് ഈ ഒരു കളർ മാത്രമാണ് ഉണ്ടായിരുന്നത്. ഇത് നല്ലൊരു ബ്ലൂ ഗ്രേ ഷെയ്ഡാണ്. ചെറിയ ബാഗാണ് കേട്ടോ ഇത്. ഇതിനിതാ ചെറിയതാണ് ഇതിന്റെ ഈ പിടുത്തം. ചങ്ങല വന്നിരിക്കുന്നത് ചെറിയൊരു ചങ്ങലയാണ്. ഇതിന്റെ ഫ്രണ്ട് സൈഡിലുള്ള വർക്ക് ഇങ്ങനെയാണ്, നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ്. ബാക്ക് സൈഡിൽ ഇതുപോലെ ഒരു കള്ളിയുണ്ട് ബാക്ക് സൈഡില്. പിന്നെ ഈ സെന്ററിൽ വന്നിരിക്കുന്നത് 2 കള്ളികളാണ്. ഇത് നമ്മൾ ഇങ്ങനെ ചങ്ങലയായിട്ട് ഉപയോഗിക്കാൻ, ഇങ്ങനെ പിടിക്കാം. ഈ ചങ്ങലയ്ക്ക് നീളം കുറവാണ്, ചങ്ങലയായിട്ട് നമുക്ക് ഇങ്ങനെ പിടിക്കാം. ഇനി അങ്ങനെ പിടിക്കേണ്ടാത്തവർക്ക് ഇതിന്റെ സ്ലിങ്ങും ഇതിന്റെ ഉള്ളിലുണ്ട്. ഇതിന്റെ സ്ലിങ് ഇതിന്റെ ഉള്ളിലുണ്ട് കേട്ടോ. ഇതില് ഇങ്ങനെ 2 കള്ളിയാണ്. ഈ കള്ളിയിൽ ഇതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് ഒരു മൊബൈല്, കണ്ണാടയുടെ കൂട്, വേറെ എന്തെങ്കിലും കുറച്ച് സാധനങ്ങൾ അങ്ങനെയൊക്കെ വെക്കാൻ പറ്റുള്ളൂ. അതല്ലാതെ വെള്ളത്തിന്റെ കുപ്പി, പിന്നെന്താ സാധാരണ എല്ലാവരും ചോദിക്കുന്ന കൊട, അതൊന്നും ഇതിൽ വെക്കാൻ പറ്റില്ല. അല്ലാതെയുള്ള സാധനങ്ങൾ മാത്രം പിടിച്ച് വെച്ചിട്ട് പോവാൻ പറ്റുന്ന ഒരു ബാഗാണ്. നല്ല ഭംഗിയാണ് കേട്ടോ ഇത് കാണാൻ, ചെറിയ ബാഗാണെങ്കിലും. ഇതിന്റെ കളർ വരുന്നത് ഒരു ബ്ലൂ ഗ്രേ ഷെയ്ഡാണ്. ഇത് സിംഗിൾ പീസാണ് കേട്ടോ. അതുപോലെ തന്നെ ഇതിന്റെ ഒരു കളർ ചേഞ്ച് വരുന്നതാണ് ഈ ലൈറ്റ് സിൽവർ ഗ്രേ ഷെയ്ഡ്. ഇതും സിംഗിൾ പീസാണ്. ഇത് രണ്ടും സിംഗിൾ പീസുകളാണ്. ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് 375, 375. നെക്സ്റ്റ് ബാഗ് എന്ന് പറയുന്നതും ഈ മീഡിയം സൈസിനേക്കാൾ കുറച്ചുകൂടി വലിപ്പം കുറഞ്ഞ 2
പേഴ്സുകളാണ്. ഇത് രണ്ടും ഒരു ബോക്സ് ടൈപ്പ് പേഴ്സാണ്. ഇതിൽ നിന്ന് ഞാൻ കുറച്ച് പേപ്പറുകളൊക്കെ എടുത്ത് മാറ്റിയത് കൊണ്ടാണ് ഇത് കുറച്ച് ഇങ്ങനെ അമങ്ങിയിരിക്കുന്നത്. ഇത് ശരിക്കും ഇതിന്റെ ഒരു ഷേപ്പ്, ഇതിൽ നിറച്ചും പേപ്പറുകൾ വെച്ചിട്ടുണ്ട്. ഇതിന്റെ ഷേപ്പ് ഒരു ബോക്സ് ഷേപ്പാണ്. ഇതുപോലെ ഒരു ഫൈബറിന്റെ പിടുത്താണ് വന്നിരിക്കുന്നത്. ഇത് റൗണ്ടിലുള്ള ഒരു ഷേപ്പാണ് ഇവിടെ. എന്നിട്ട് പ്രസ് ബട്ടൺ ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ ഇത് സ്ലിംഗ് ആയിട്ട് ഇടേണ്ടവർക്ക് ഇതിന്റെ ഉള്ളിൽ സ്ലിംഗ് ഉണ്ട്. പിന്നെ ഈ പേപ്പറുകളൊക്കെ എടുത്ത് കഴിഞ്ഞാൽ ഇതിൽ നമുക്കൊരു 3 ഫോൾഡിന്റെ കുട ഇടാൻ പറ്റും. മൊബൈല് സാധനങ്ങളൊക്കെ ഇട്ടുകൊണ്ട് പോകാൻ പറ്റുന്ന ബാഗാണ് ഇത്. നല്ലൊരു കോഫി ബ്രൗൺ ഷെയ്ഡിലാണ് ഇത് വന്നിരിക്കുന്നത്. അടുത്ത ഷെയ്ഡ് എന്ന് പറഞ്ഞാൽ ഇതും തമ്മിൽ നിസ്സാര വ്യത്യാസമേ ഉള്ളൂ. ഇതിന് ഇവിടെ റൗണ്ടിലാണ്. ഇതാവുമ്പോൾ ഇതിന്റെ പിടുത്തം ഫൈബർ ആയിരുന്നു, എന്നാൽ ഇതിന്റെ പിടുത്തം ഇതേ വാറ് തന്നെയാണ്. പിന്നെ ഇതിന്റെ ഡിസൈനിൽ കുറച്ച് വ്യത്യാസം ഉണ്ട്. ഇവിടുത്തെ ഈ പിടുത്തത്തിനും വ്യത്യാസമുണ്ട്, ഈ ഡിസൈനും വ്യത്യാസമുണ്ട്. എല്ലാ സ്പെസിഫിക്കേഷനും സെയിം തന്നെയാണ്. ഇതും നമുക്ക് ഇങ്ങനെ മാത്രമല്ല സ്ലിംഗ് ആയിട്ടും പിടിക്കാൻ പറ്റും. അതിന് പറ്റിയ സ്ലിംഗ് ഇതിന്റെ ഉള്ളിലുണ്ട്. ഇതില് സെന്റർ സിബ് ഉണ്ട്. പിന്നെ അത് കൂടാതെ 2 കള്ളി അപ്പുറം ഇപ്പുറയും ഉണ്ട്. അപ്പൊ രണ്ട് മോഡല് ഒരു ചെറിയൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. സ്പെസിഫിക്കേഷൻ എല്ലാം സെയിം തന്നെയാണ്. ഇത് രണ്ടിന്റെയും റേറ്റ് വരുന്നത് 350, 350. ഇത് എന്താ എവർ ഹിറ്റ് എന്ന് പറയാം. ഞാൻ ഏറ്റവും കൂടുതൽ ഓൺലൈനായിട്ട് ഞാൻ വിറ്റ ഒരു ബാഗാണ് ഈ ബാഗ്. എന്ന് കൊണ്ടുവന്നാലും എത്രമാത്രം ക്വാണ്ടിറ്റി കൊണ്ടുവന്നിട്ടുണ്ടെന്നുണ്ടെങ്കിലും കസ്റ്റമേഴ്സ് വീണ്ടും വീണ്ടും ചോദിക്കുകയും എനിക്ക് കൊടുക്കാൻ പറ്റാതെ ഇരിക്കുകയും ചെയ്യുന്ന ഒരു ബാഗാണിത്. ഈ ബാഗ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ലെതർ അല്ല, പക്ഷെ ലെതറിൻ്റെക്കാൾ സോഫ്റ്റ് ആയിട്ടുള്ള ഫിനിഷാണ്. അത്രയും സോഫ്റ്റ് ആണ് ഈ ബാഗ്. ഈ ബാഗ് ഒരുപാട് പേര് എൻ്റെ വാങ്ങിച്ചിട്ടുണ്ട്, വാങ്ങിച്ചവർക്ക് അറിയാം. ഇത് 2 പ്രസ് ബട്ടൺ ആണ്. ഇത് തുറന്നു കഴിയുമ്പോൾ ഇവിടെയും ഒരു കള്ളി ഇതുപോലെ ഉണ്ട്. ഇതിൽ നമുക്ക് എന്തെങ്കിലും പൈസയോ സാധനങ്ങളോ ഒക്കെ ഇടാം. ഇനി ഇത് സ്ലിംഗ് ബാഗ് ആണ്. ഇതിന്റെ സ്ലിംഗ് ആണ് ഈ കാണുന്നത്. ഈ പ്രസ് ബട്ടൺ ഓപ്പൺ ചെയ്യുമ്പോൾ ഇവിടെ ഒരു ചെറിയൊരു പോക്കറ്റ് ഉണ്ട്. അത് കൂടാതെ വേറെ 2 കമ്പാർട്ട്മെന്റ് കൂടി ഇതിന്റെ ഉള്ളിലുണ്ട്. ഇത് ഒരുപാട് പേര് എൻ്റെ വാങ്ങിച്ചതും വളരെ നല്ല റിവ്യൂ പറഞ്ഞതുമായിട്ടുള്ള ഒരു ബാഗാണ്. അപ്പോൾ ഇതിന്റെ റേറ്റ് വരുന്നത് 525. ഇനി ഈ ബാഗിൽ തന്നെ ഇപ്രാവശ്യം കുറച്ച് ഷെയ്ഡുകൾ കൂടുതൽ കിട്ടിയിട്ടുണ്ട്. ഷെയ്ഡുകൾ കൂടുതൽ കിട്ടിയിട്ടുണ്ടെങ്കിലും അതിന്റെ കുറെ പീസുകളൊന്നുമില്ല. 1 2 എണ്ണാണ് ഓരോ ഷെയ്ഡിലും ഉള്ളൂ. അപ്പോൾ എന്നാലും ഞാൻ അത് ഷെയ്ഡുകൾ കുറച്ച് കണ്ടപ്പോൾ അത് വാങ്ങിച്ചു എന്ന് മാത്രം. അപ്പൊ ഞാൻ ആ ഷെയ്ഡുകൾ കാണിച്ചു തരാം. ഇത് നല്ലൊരു പിങ്കിന്റെയും ഷാമ്പയിൻ പിങ്ക് എന്നല്ല, അതിനേക്കാൾ കുറച്ചുകൂടി പിങ്ക് കൂടിയ നല്ല ഭംഗിയുള്ള ഒരു പിങ്ക് ഷെയ്ഡാണ്. പിന്നത്തെ വരുന്നത് ഒരു പീച്ച് ഷെയ്ഡാണ്. പീച്ച് ഷെയ്ഡ്. പിന്നെ വന്നിരിക്കുന്നത് ഒരു ഗ്രേ ഷെയ്ഡ്. പിന്നെ വന്നിരിക്കുന്നത് ബ്ലാക്ക് ഷെയ്ഡ്. പിന്നെ ഒരു ലൈറ്റ് ലാവൻഡർ ഷെയ്ഡ്. പിന്നെ ഒരു ലൈറ്റ് ഗ്രീൻ ഷെയ്ഡ്. പിന്നെ വന്നിരിക്കുന്നത് നല്ലൊരു ബീജ് ഷെയ്ഡ്. പിന്നെ വന്നിരിക്കുന്നത് ഒരു ബ്രൗൺ ഷെയ്ഡ്. പിന്നെ വന്നിരിക്കുന്ന ഷെയ്ഡ് ഇതുപോലെ കോഫി ബ്രൗൺ ഷെയ്ഡ്. അപ്പോൾ ഇത്രയ്ക്കധികം ഷെയ്ഡുകളാണ് ഇപ്രാവശ്യം ഈ ബാഗിൽ വന്നിരിക്കുന്നത്. എല്ലാവരും കൂടി ഒരേ ഷെയ്ഡ് തന്നെ ചോദിച്ച് തല്ലുപിടിക്കരുത്. ഏത് ബാഗ് ഇതിൽ കിട്ടിയാലും അത്രയും നല്ല ബാഗാണിത്. അപ്പോൾ ചില ഷെയ്ഡുകളൊക്കെ ചിലപ്പോൾ സിംഗിൾ പീസ് ആവാം, ചില ഷെയ്ഡ് 2 പീസൊക്കെയാണ് ആ ഷെയ്ഡിൽ കിട്ടിയിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ ഇതിൽ എല്ലാത്തിൻ്റെയും റേറ്റ് വരുന്നത് 525. നെക്സ്റ്റ് ബാഗ് വന്നിരിക്കുന്നത് ഇതും അത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ബാഗാണ്. പഞ്ഞിക്കെട്ട് പോലെ ഇരിക്കുന്ന ബാഗ്. നല്ല ബാഗുകളാണ്. ഇതിന് ഫ്ലാപ്പ് ഇല്ല. ഇപ്പൊ തൊട്ട് മുമ്പ് ഞാൻ കാണിച്ച ബാഗിന് ഒരു ഫ്ലാപ്പ് ഉണ്ടായിരുന്നു. ഇതിന് ഫ്ലാപ്പ് ഒന്നുമില്ല. വളരെ സിമ്പിൾ ആണ് ഈ ബാഗ്. ഇതിന്റെ ഫ്രണ്ട് സൈഡ് ഇങ്ങനെ വരും. ബാക്ക് സൈഡിൽ ഒരു കമ്പാർട്ട്മെന്റ് ഉണ്ട്. പിന്നെ ഇത് സ്ലിംഗ് ബാഗ് ആണ്. നല്ല നീളമുള്ള സ്ലിംഗ് ആണ്. ഇതില് 3 അറകളാണ് ഇതിലുള്ളത് കേട്ടോ. 1 2 3 ഇങ്ങനെ 3 അറകളാണ് ഇതിലുള്ളത്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ബാഗാണ്. അതിനേക്കാൾ ഉപരി നല്ല സോഫ്റ്റ് ആണ്. ഈ ബാഗുകളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാല് റെക്സിന്റെ ബാഗുകൾ പൊതുവെ ചിലർക്ക് അഭിപ്രായം ഉണ്ടാവും റെക്സിന്റെ ബാഗല്ലേ അത് ഹാർഡാണ്. ഇത് ഹാർഡേ അല്ല, അത്രയും സോഫ്റ്റ് ആയിട്ടുള്ള നല്ല നല്ല ബാഗുകളാണ്. ഇതിന്റെയും റേറ്റ് വന്നിരിക്കുന്നത് 525, 525. ഇനി ഇതില് വന്നിരിക്കുന്ന ഷെയ്ഡാണ് നല്ലൊരു പിങ്ക് കളറ്. പിന്നെ വന്നിരിക്കുന്ന ഷെയ്ഡ് ഒരു ഗ്രേ ഷെയ്ഡ്. പിന്നെ വന്നിരിക്കുന്നത് ഒരു ബീച്ച് ഷെയ്ഡ്. അപ്പോൾ ഇങ്ങനെ 4 ഷെയ്ഡാണ് ഈ ബാഗുകളിൽ വന്നിരിക്കുന്നത്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബാഗാണ്.
സിമ്പിൾ ബട്ട് മോഡസ്റ്റ് എന്ന് പറയുന്നത് പോലെയുള്ള നല്ല നല്ല ബാഗുകളാണ് ഇതൊക്കെ. അപ്പോൾ ഇതിന്റെ എല്ലാം റേറ്റ് വരുന്നത് 525, 525. ഇനി നമുക്ക് കുറച്ച് പേഴ്സുകൾ കാണാം. ഇത് ഞാൻ ഇതുപോലെ ഇപ്പൊ 3-4 പ്രാവശ്യത്തെ വീഡിയോയിലായി ഇങ്ങനത്തെ ഈ ചെറിയ ചെറിയ പേഴ്സുകൾ കാണിക്കുന്നത്. ഈ പേഴ്സിൽ ഇപ്പൊ ഒരെണ്ണത്തിന്റെ ഈ ഫ്രണ്ടിലത്തെ ഡിസൈൻ വന്നിരിക്കുന്നത് ഇങ്ങനെ, വേറൊരെണ്ണത്തിന്റെ ഡിസൈൻ വന്നിരിക്കുന്നത് എങ്ങനെ, ഇതേ ഡിസൈൻ തന്നെയാണ് ഇതിൽ വന്നിരിക്കുന്നത്. ഇനി വീണ്ടും ഈ ക്രീം കളറിൽ ചിലപ്പോൾ നിങ്ങൾ ചോദിക്കുമ്പോൾ ഈ ഡിസൈൻ ആയിരിക്കില്ല, ഈ ഡിസൈൻ ആവാം. അതുപോലെ ഈ ഗ്രീനിൽ ഈ ഡിസൈൻ ആവില്ല, ഈ ഡിസൈനാ. അപ്പൊ ഇതിന് മാത്രമാണ്, ഈ ഫ്രണ്ടിലുള്ള ഈ ഡിസൈന് മാത്രമാണ് വ്യത്യാസം. ബാക്കി പേഴ്സ് എല്ലാം സെയിം തന്നെ. അപ്പോൾ എനിക്ക് ഇത് തന്നെ വേണം എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ കിട്ടില്ല. കാരണം ഈ പേഴ്സുകളെല്ലാം ഒരേ ഡിസൈനിലല്ല വന്നിരിക്കണം. ചിലതിന് ഈ ഡിസൈൻ, ചിലതിന് ഈ ഡിസൈൻ കേട്ടോ. അപ്പം ഈ പേഴ്സുകളൊക്കെ ഞാൻ മുമ്പ് കാണിച്ചിരുന്ന പേഴ്സുകൾ തന്നെയാണ്. ഇതിന് ഇങ്ങനെ ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ ഇതിന്റെ ഉള്ളില് ഇവിടെ കാർഡുകൾ വെക്കാം. അതുപോലെ തന്നെ ഇതിന്റെ ഉള്ളിൽ നമുക്ക് പൈസ വെക്കാൻ പറ്റുന്നതാണ്. ഇതിനൊക്കെ സ്ലിങ് ഉണ്ട് കേട്ടോ. കണ്ട, സ്ലിങ് ഇടാൻ വേണ്ടിയിട്ടാണ് ഈ പോർഷൻ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇത് ഒരു സിബാണ്. സിബ് തുറന്നു കഴിഞ്ഞാൽ ഇതിന്റെ ഉള്ളിൽ സ്ലിങ് ഇരിക്കുന്നുണ്ട്. അതുപോലെ നമുക്ക് ഇതിന്റെ ഉള്ളിൽ പൈസയും കോയിനൊക്കെ വെക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയുള്ള ഈ ചെറിയ പേഴ്സുകൾക്ക് വില വരുന്നത് 220 രൂപയാണ്. ഇതിന്റെ റേറ്റ് 220. ഇനി ഇതേ സ്പെസിഫിക്കേഷൻ തന്നെയാണ് ഈ പേഴ്സിനും എല്ലാം വരുന്നത്. ഇതിന്റെയൊക്കെ റേറ്റ് വരുന്നത് 220, 220. നെക്സ്റ്റ് പേഴ്സ് ഇതും ഞാൻ മുമ്പ് കാണിച്ചിരിക്കുന്ന പേഴ്സ് തന്നെയാണ്. ആരൊക്കെയോ അന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു, വരുമ്പോ പറയോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. കാരണം ഓരോരുത്തരോടും വിളിച്ച് പറയാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എളുപ്പമുള്ള കാര്യമല്ല. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നവരോടൊക്കെ പറയാറുണ്ട്, 10 മണിക്കാണ് വീഡിയോ, അപ്പൊ അത് കാണുന്നു കേട്ടോ. അപ്പൊ അതിൽ ആരും പരിഭവം വിചാരിക്കരുത്. ഓരോരുത്തരോടും വിളിച്ചു പറയാന്ന് പറഞ്ഞാൽ എളുപ്പമുള്ള കാര്യമല്ല. അതുകൊണ്ടാണ് ഞാൻ കിട്ടുന്നതെല്ലാം വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പൊ ഈ പേഴ്സും അതെ, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ. ഇപ്പൊ ഇതിൽ നോക്കാം, ഈ രണ്ട് പേഴ്സ് ഒരേപോലത്തെ പേഴ്സ് തന്നെയാണ്. ഇതിൽ എന്താ വ്യത്യാസം? ഇപ്പൊ ഇതിന്റെ സൈഡിൽ കണ്ട ഒരു കുറച്ചുള്ളൂ, ഇതിന് ഒരു സൈഡിൽ കൂടുതൽ, ഒരു സൈഡ് ഇത്ര മാത്രമേ വ്യത്യാസമുള്ളൂ. ബാക്കി എല്ലാ സ്പെസിഫിക്കേഷനും സെയിം തന്നെയാണ്. അപ്പൊ എനിക്ക് ഇങ്ങനെ തന്നെ വേണം എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കിട്ടില്ല. കാരണം ഈ പേഴ്സുകൾ ഇതേ കളറുകൾ സെയിം ആവും, പക്ഷെ അതിൽ ചെറുതായിട്ടൊരു ഡിസൈനിന്റെ വ്യത്യാസം മാത്രമാണ് വരുന്നത്. അത് ഞാൻ ഇത് രണ്ടും എടുത്ത് കാണിച്ചത് അത് നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പൊ ഈ പേഴ്സിനും സെയിം സ്പെസിഫിക്കേഷൻ തന്നെയാണ്. ഓപ്പൺ ചെയ്യുമ്പോൾ കാർഡുകൾ വെക്കാം, ഇവിടെ പൈസ വെക്കാൻ ഒരു പോർഷൻ. അതുപോലെ ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ ഉള്ളിൽ 2 കള്ളിയാണ്. ഇതിലും നമുക്ക് പൈസയും വെക്കാം, കോയിനും വെക്കാം. ഇതിന് നമുക്ക് സ്ലിങ് ഇല്ല കേട്ടോ. ഇത് സ്ലിങ് ഇല്ലാത്തതാണ്. ഇതിന്റെ റേറ്റ് വരുന്നത് 210 ആണ്. ഇനി നമുക്ക് ഇതിൽ തന്നെ ഞാൻ ഇപ്പൊ കാണിച്ചതുപോലെ തന്നെ വേറെ 2 ഷെയ്ഡ്. ഇത് രണ്ടും ഒരേ പേഴ്സ് തന്നെയാണ്. ഇതിലും ഒരു ചെറിയ ഒരു വ്യത്യാസമാണ് ഉള്ളത്. കണ്ടോ, ഇത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവില്ലേ, വളരെ സ്ലൈറ്റ് ചേഞ്ച് ആണ്. അതൊന്നും ഒരു വിഷയമല്ല. പേഴ്സ് എല്ലാം സെയിം ആണ്, സെയിം സ്പെസിഫിക്കേഷൻ ആണ്. ഇതിന്റെയും റേറ്റ് വരുന്നത് 210. ഇതും പേഴ്സ് തന്നെയാണ്. നേരത്തെ കാണിച്ച പേഴ്സിനേക്കാൾ കുറച്ചുകൂടി വലിപ്പം കൂടിയത്. അതായത് ഇപ്പൊ ഈ പേഴ്സ് ഇത്രയ്ക്കേ ഉള്ളൂ. അപ്പൊ അതിനേക്കാളും കുറച്ചും കൂടി വലിപ്പം കൂടിയ 2 പേഴ്സാണ്. രണ്ടും ബ്ലൂ ഗ്രേ കളർ തന്നെയാണ്. ഈ ബ്ലൂയിഷ് ഗ്രേ ഡിസൈൻ കളറിൽ ഇവിടുത്തെ ഡിസൈൻ വ്യത്യാസമുണ്ട്, ഇവിടുത്തെ ഡിസൈനും വ്യത്യാസമുണ്ട്. അത് മാത്രമാണ് ഇതിലൊരു വ്യത്യാസം ഉള്ളത്. ബാക്കി എല്ലാ സ്പെസിഫിക്കേഷനും സെയിം തന്നെയാണ്. പ്രസ് ബട്ടൺ ഓപ്പൺ ചെയ്തു, ഇവിടെയും കാർഡുകൾ വെക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്, പൈസ വെക്കാനുള്ള ഓപ്ഷൻ. അതുപോലെ ഈ സിബ് തുറന്നു കഴിഞ്ഞ് ഇതിന്റെ ഉള്ളിലും 2 കള്ളിയുണ്ട്, കോയിനും വെക്കാം, നമ്മളുടെ നോട്ടും ഇതിൽ വെക്കാൻ പറ്റും. ഇതിന്റെ ബാക്ക് സൈഡ് വരുന്നത് ഇതുപോലെയാണ്, ഫ്രണ്ട് സൈഡ് ഇങ്ങനെയാണ്. ഇതിന്റെ റേറ്റ് വരുന്നത് 300 രൂപ. അപ്പോൾ ഇന്ന് ഈ കാണിച്ച പേഴ്സുകളിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. പോസ്റ്റ് വഴിയോ കൊറിയർ വഴിയോ ഞങ്ങൾ അയച്ചു തരുന്നതായിരിക്കും. അതുപോലെ ആദ്യമായിട്ടാണ് ഈ ചാനൽ ആരെങ്കിലും കാണുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.